ഹലോ മക്കളെ, അങ്ങനെ SSLC വർഷം മൊത്തം കാത്തിരുന്ന ആ ദിവസം എത്താൻ പോവാണ്. നാളെ ഫ്രൈഡേ 9 മെയ് 3 മണിക്ക് നിങ്ങൾ റിസൾട്ട് കിട്ടും. 3 മണിക്ക് നല്ല ടെൻഷൻ ആയിരിക്കും, നല്ല എക്സൈറ്റ്മെന്റ് ആയിരിക്കും. 3 മണിക്ക് ആർക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, പക്ഷെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ കിട്ടാനുള്ള ഫുൾ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയും. ഈ വീഡിയോ മൊത്തം കാണാം, സ്റ്റുഡൻസും പേരൻസും മൊത്തം. ഓക്കെ മക്കളെ, അപ്പോൾ എവിടെ റിസൾട്ട് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സന്തോഷ വാർത്ത അറിയിക്കണം ഞങ്ങൾക്ക്. നമ്മുടെ +1 ബാച്ചിൽ ഒരു പുതിയ അപ്ഡേറ്റ് ഉണ്ട്. അതായത് +1 നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന്, അതായത് നിങ്ങൾ എല്ലാവരും പഠിക്കാൻ പോകുന്ന ബാച്ചിൽ നിന്ന് 28 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ് ഉണ്ടായത്. അതായത് ഫുൾ A+, A+, 90% ഒന്നുമല്ല, ഫുൾ മാർക്ക്. അതായത് 520 എവിടെ പോയി 520ൽ 520 മാർക്ക്, മുഴുവൻ മാർക്കും നേടിയ 28 കുട്ടികളാണ് നമ്മുടെ അഗ്നി ബാച്ചിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനത്തെ റിസൾട്ട് നിങ്ങൾ വേറെ എവിടെ നോക്കിയാലും ഇത്രയും ഗംഭീരമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ അഗ്നി ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ വർഷം മൺഡേ ആണ്. ഓക്കെ, ഈ വരുന്ന മൺഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഓൾറെഡി ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർ റെഡി ആയിരുന്നോളൂ. ക്ലാസ്സുകളൊക്കെ നമ്മൾ പൊള്ളിച്ചെടുക്കും. അതേസമയം ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ താഴെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. ഇവരെ പോലത്തെ കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് നിങ്ങളായിരിക്കും എടുത്താവാൻ പോകുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് സാർ ഇത് കൂടിയത്? ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇംപ്രൂവ്മെന്റിൽ ഇത്രയും കുട്ടികളാണ് 520 ഔട്ട് ഓഫ് 520 നേടിയെടുത്തത്. അങ്ങനെയാണ് നമ്മൾ 28 എന്ന് പറഞ്ഞ ആ ഒരു പവർഫുൾ നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ജോയിൻ ചെയ്തവരൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിരുന്നോളൂ. ജോയിൻ ചെയ്യാത്തവർ താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ SSLC റിസൾട്ടിലേക്ക് വരാം. അലൻ സാർ, മക്കളെ, അപ്പൊ നാളെയാണ് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് 3 മണിക്ക്. ഓബിയസ്ലി 3 മണിക്ക് കറക്റ്റ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിലോ കമ്പ്യൂട്ടറിലോ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ മക്കളെ, നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിയാക്ഷൻ, നിങ്ങളും നിങ്ങളുടെ പേരൻസും ഒക്കെ ആ റിസൾട്ട് നോക്കുന്ന റിയാക്ഷൻ എടുത്ത് വെക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ് റിയാക്ഷൻ എടുത്ത് അയച്ചപ്പോൾ അത് കാണുമ്പോൾ തന്നെ രസമാണ്. പിന്നെ നിങ്ങൾക്കും നല്ലൊരു മെമ്മറി, നിങ്ങൾ പഠിച്ചു, നിങ്ങൾ ഫുൾ A+ മാത്രമല്ല ഞാൻ പറയാം, നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ നല്ലൊരു മെമ്മറി കിട്ടുന്ന നല്ല രസമായിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുക. ആൻഡ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് നമുക്ക് അയച്ചു തരാം. അപ്പോൾ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് താഴെ കൊടുത്തിട്ട് അയച്ചു തരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒന്ന് മെസ്സേജ് അയച്ചിട്ടാലും മതി. അതെ, ഒരു നിങ്ങൾ ഇപ്പം ഈ റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോയിൽ എക്സാമിനർ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കിയത്, പഠനത്തിൽ മാറ്റം ഉണ്ടാക്കിയെന്നുള്ള പറഞ്ഞിട്ട് ചെറിയൊരു വീഡിയോ അയക്കുക. കാരണം അല്ലെങ്കിൽ വോയിസ് ഇപ്പോൾ ഞാൻ തന്നെ അയച്ചാൽ ഇവിടെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ വീഡിയോ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അയക്കാൻ വേണ്ടി നോക്കുക. താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലവരെ പേരൻസിന് പറയാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് മടിയാണ്. ആ പേരൻസ് പറയണത് ഞങ്ങൾക്ക് സന്തോഷമുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോം ഉണ്ട്. നിങ്ങൾ അത് മറക്കണ്ട. റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ ഇപ്പം തന്നെ എടുത്തുനിന്ന് വെക്കുക. അപ്പം മറക്കരുത്, റിസൾട്ട് വന്ന് A+ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതൊക്കെ ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുറേ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിൽ വന്ന കുട്ടികൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവർ വലിയ ആശങ്കയായിരിക്കും, അല്ലെ എക്സാമിനറിൻ്റെ ചാനൽ എങ്ങനെയാണ് അവരെ ആ ഒരു A+ലേക്ക് എത്തിക്കാൻ പോകുന്നത്, അല്ലെ നല്ല മാർക്കിലേക്ക് എത്തിക്കാൻ പോകുന്ന വലിയ ആശങ്കയുണ്ടാവും. അപ്പോൾ അത് ക്ലിയർ ആക്കി കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിലൂടെ, നമ്മുടെ ബാച്ചിലൂടെ ഒക്കെ പഠിച്ച നിങ്ങളാണ്. നിങ്ങളത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനും അലൻ സാറും എത്ര പറഞ്ഞാലും ഏൽക്കാത്തതിനും അധികമുള്ള ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ഒരു വാക്കിലുണ്ടാവുക. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും അത് നിറവേറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് റിസൾട്ട് ഒക്കെ എവിടെ കിട്ടുമെന്ന് നോക്കാം. അടുത്ത സ്ലൈഡ്. യെസ്, അപ്പോൾ ഗൂഗിൾ ഫോം ലിങ്ക് താഴെ തന്നെ മറക്കരുത്. റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗവൺമെന്റിനെ പ്രൊവൈഡ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾ നോക്കേണ്ടത് kerala.result.nic.in, government.in, അതൊക്കെ ആയിരിക്കും നോക്കേണ്ടത്. ഈ വെബ്സൈറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. ഇത് പോരാതെ നിങ്ങൾക്ക് ചിലവർ ഞാൻ കേട്ടിട്ടുണ്ട് ആപ്പിൽ പെട്ടെന്ന് കിട്ടും. കാരണം എല്ലാവരും വെബ്സൈറ്റിൽ പോകുന്നുണ്ട്, ആപ്പിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സഫലം ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നത് പ്ലേ സ്റ്റോറിൽ മാത്രമേ ഉള്ളൂ. അത് നോക്കുക. ഇനി നിങ്ങൾ റിസൾട്ട് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് വേണ്ടത്? പൊതുവേ ഇതാണ് വേണ്ടത്, നിങ്ങളുടെ റോൾ നമ്പർ അഥവാ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും. ഓക്കെ, അത് രണ്ടും മതി. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇത് എൻട്രി ചെയ്ത് കൊടുക്കുക. ലോഡിംഗ് സ്ക്രീൻ ഉണ്ടാവും. കുറേ നേരം ലോഡിംഗ് സ്ക്രീൻ കഴിഞ്ഞിട്ട് ഒരു നിമിഷത്തിൽ ഈ സംഭവം വരുന്നതായിരിക്കും. ഇങ്ങനെ ഉണ്ടാവും നിങ്ങളുടെ റിസൾട്ട് സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 10 ഗ്രേഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ A+ ഉണ്ടാവും, A ഉണ്ടാവും, B ഉണ്ടാവും, C ഉണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ ഗ്രേഡ് വരാൻ പോകുന്നത്. ഫുൾ A+ കണ്ടാണല്ലോ, വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പണ്ടൊക്കെ എനിക്ക് വരൻ സാറിനൊക്കെ നമ്മൾ ഇവരെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഗ്രേഡ് നോക്കിയപ്പോൾ ഫുൾ A+ ഉള്ള സമയത്ത് നമ്മൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഞാൻ സാറോട് പറഞ്ഞു, വേഗം എന്റെ റിസൾട്ട് വേഗം എടുത്ത് വെക്കാം. നീ അമ്മയും പറഞ്ഞു ആ സമയത്ത് റിസൾട്ട് മാറുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ അവർ മാറ്റിയാലും നമുക്കിത് കാണിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും മാറുന്നില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തെറ്റൊന്നും വരില്ല. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഫുൾ A+ പ്രതീക്ഷ ഒരു കുട്ടി ചിലപ്പോൾ 1-2 A അവിടെ കാണുമ്പോൾ പെട്ടെന്നൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വീണ്ടും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാനും അലൻ സാറും വീണ്ടും കുറേ റീലുകൾ അതിൽ ഇടുന്നുണ്ട്. അതിലൊക്കെ നമ്മൾ പറയുന്ന ഒരൊറ്റ ഐഡിയ ഇത്രേ ഉള്ളൂ,
ഈ 10ാം ക്ലാസ്സിൽ A+ അല്ല നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്, അതല്ല എൻഡ് ഓഫ് ദി കഥ അല്ലെ, നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ. കുറച്ച് വിഷമം കുഴപ്പമില്ല, പക്ഷെ ഈ 10 ഗ്രേഡ് അല്ലെ 10 ലെറ്റർ കൊണ്ട് നിങ്ങളുടെ ഒരാൾ ഡിഫൈൻ ചെയ്യാൻ പറ്റൂല മക്കളെ. ഓക്കെ, അപ്പം SLC A+ കിട്ടിയാൽ വെരി ഗുഡ്, നല്ല മാർക്ക് കിട്ടിയാൽ വെരി ഗുഡ്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും ഇതിന്റെ ഒന്നിന്റെ അവസാനം ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ അതേസമയം ഒരു കാര്യം നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത്, അതിന്റെ അർത്ഥം ഫുൾ A+ കിട്ടിയവർ എല്ലാം അവരുടെ എഫേർട്ട് മൊത്തം വേസ്റ്റ് ആണ് എന്നല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫുൾ A+ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇനിയും ചാൻസുകൾ ഇനി ലൈഫിൽ വരും അല്ലെ. ഒരു ചാൻസ് ആണ് +1 ചാൻസ്, പിന്നെ +2 ചാൻസ്, പിന്നെയും ലൈഫുകളിൽ ഇനി ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നിങ്ങൾ എടുത്തു എന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഓക്കെ, അത് 10ാം ക്ലാസ്സിൽ ഒരുപക്ഷെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, റിലാക്സ് ചെയ്യുക. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ എഫേർട്ട് എടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ സക്സസ്. നിങ്ങൾ എഫേർട്ട് എടുത്തോ ഇല്ലയോ എന്നുള്ള സക്സസ്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കുക. അത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും. അല്ലാണ്ട് A+ഉം 90% ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നേരത്തെ പ്രിപ്പയർഡ് ആയിരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ പേരൻസൊക്കെ ഭയങ്കര ആശങ്കയുള്ള പേരൻസ് ആണെങ്കിൽ അവരോട് എന്ത് ചെയ്യുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള അച്ഛ അമ്മ ഉപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരെ മനസ്സിലാക്കുക. അവരും മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, റിസൾട്ട് കിട്ടി നാട്ടുകാരൊക്കെ വിളിച്ച് എല്ലാം അറിയിക്കുക. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചടങ്ങ് കഴിഞ്ഞാൽ +1 അഡ്മിഷന്റെ കാര്യമാണ്. +1 അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിലും +1 ചാനൽ നിങ്ങൾ കാണുന്ന +1 ചാനലിൽ പോയി എല്ലാവരും ജോയിൻ ചെയ്യുക. വളരെ സിമ്പിളാണ്, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. +1 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സയൻസിന് ഒരു ചാനലുണ്ട്, കൊമേഴ്സിന് ചാനൽ, വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസ് അവിടെയാണ്. ഇനി +1 സീറ്റുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ വർഷത്തെ അതേ പ്രൊസീജിയറിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. പ്രൊസീജിയറിൽ മാറ്റങ്ങളില്ലെങ്കിലും മൊത്തത്തിൽ ഈ സീറ്റ്സിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ഓരോ സയൻസ് സബ്ജക്റ്റും അതുപോലെ സ്കൂളുകളിൽ കിട്ടാനുള്ള ചാൻസുകൾ ഇപ്രാവശ്യം ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ന്യൂസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷമീം സാർ ആയിരിക്കും നമ്മുടെ +1 ചാനലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഷമീം സാറിന് ഓരോ വീഡിയോ നിങ്ങൾ വിടാതെ കാണണം. പഴയ വീഡിയോസ് കണ്ടുകൊണ്ട് കാര്യം ഉണ്ടാവില്ല, കാരണം ഇതിൽ നമ്പേഴ്സ് വ്യത്യാസം വന്നതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു ഇമ്പാക്ട് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അത് +1 ചാനലാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ +1 അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട്, കുറച്ച് ബോറിംഗ് ആൻഡ് ലോങ് പ്രോസസ്സാണ്. അത് മനസ്സിലാക്കാൻ, അത് ഫില്ല് ചെയ്യാൻ, തെറ്റിയാൽ എന്തൊക്കെ സംഭവിക്കും, എല്ലാ കാര്യങ്ങളും +1 ചാനലിൽ ഈ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിങ്ങൾ ഏത് സയൻസ് ആണെങ്കിൽ ഇത്, കോമേഴ്സ് ആണ് ഇത്, ഏകദേശം ഐഡിയ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അവിടെ ആയിരിക്കും അപ്ഡേറ്റ്സ് വരാം. ഇനി അതുപോരാതെ +1 സ്കൂൾ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ എക്സാം സെന്ററിന്റെ +1 ബാച്ച് ഇതാ ഈ മൺഡേ, മറ്റന്നാൾ. നിങ്ങൾ ഫ്രൈഡേ കാണുകയാണെങ്കിൽ മൺഡേ, മറ്റന്നാൾ കഴിഞ്ഞ അടുത്ത ദിവസം തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ആ ബാച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങിയേ പറ്റുള്ളൂ. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരു റോഡ് മാപ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ മക്കളെ 10ാം ക്ലാസ് പോലെ അല്ല +1 എന്ന് പറഞ്ഞാൽ തമാശയല്ല. അത് സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും തമാശയല്ല, കുറേ പഠിക്കാനുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 3 ടൈംസ് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഡിഫിക്കൽട്ടിയും അത് അത്രത്തോളം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ചു തുടങ്ങാതെ അല്ലാണ്ട് വേറെ ഒരു സൊല്യൂഷൻ ഇല്ല. പെട്ടെന്ന് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധി കൂട്ടാൻ പറ്റുമോ, കഴിവ് കൂട്ടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ എന്ത് കൂട്ടാൻ പറ്റും? സമയം കൂട്ടാൻ പറ്റും. നേരത്തെ പഠിച്ചു തുടങ്ങി സമയം കൂട്ടാൻ പറ്റും. അത് ആവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അലോട്ട്മെന്റും കഴിഞ്ഞ് സ്കൂളൊക്കെ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ നിങ്ങളുടെ സിലബസ് തീരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെയധികം സത്യമാണ്. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ +1 സീനിയേഴ്സിനോട് ചോദിച്ചാൽ മതി. അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തുകൊണ്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. അലക്സ് സാർ പറഞ്ഞ നല്ല ഐഡിയ ആണെന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ആരോടും ചോദിച്ചിട്ട് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് പഠിച്ച് തുടങ്ങാൻ വേണ്ടി റെഡി ആയിരിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരാണ് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നമ്മൾ മെയ് എത്രയാണ് സാർ ഡേറ്റ് എന്ന് പറഞ്ഞു, അത് മൺഡേ നമ്മൾ ബാച്ചിന്റെ ഫസ്റ്റ് ലോഞ്ച് ലൈവ് ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപ് സൺഡേ നമുക്ക് വേറെ ലൈവ് ഉണ്ട്. +1 എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് +1 റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അത് എല്ലാവർക്കും പങ്കെടുക്കാം. മൺഡേ ഉള്ള ലൈവ് ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ്. അപ്പോൾ എല്ലാവരും അതിൽ വരണം. കൃത്യമായിട്ട് എങ്ങനെ നമ്മൾ ബാച്ച് ഉപയോഗിച്ചിട്ട് നേരത്തെ കണ്ടല്ലോ കേരള സ്റ്റേറ്റ് ടോപ്പർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും സ്റ്റേറ്റ് ടോപ്പർ ആവാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. നിങ്ങൾക്ക് 95% കിട്ടിയാലും അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നിങ്ങൾ ഇത്രയും നാളും 70% കിട്ടിയ ഒരാളാണെങ്കിൽ 90% +1 എത്തിക്കാൻ പറഞ്ഞാൽ അതും വലിയ അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും നമ്മുടെ അഗ്നി ബാച്ച് നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി ഞങ്ങളും ഉണ്ടാവും നിങ്ങളുടെ ഒപ്പം. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യണം, റെഡി ആയിരിക്കുക. അഗ്നി ബാച്ച് മാത്രമല്ല മക്കളെ, ഓരോ ബാച്ചിൻ്റെയും, അതുപോലെ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നീറ്റിന് വേണ്ടി സെപ്പറേറ്റ് ബാച്ച് ഉണ്ട്. അതിൻ്റെ ഒക്കെ ഫസ്റ്റ് ബാച്ചിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്ന മൺഡേ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ നിങ്ങൾ ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ +1 ജെഇ യോധ ബാച്ചും ഉണ്ട്. അതൊക്കെ മൺഡേ ആയിരിക്കും നടക്കുക. അപ്പോൾ എല്ലാവരും ഇതിൽ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും മൺഡേ തന്നെ നിങ്ങൾ വന്നിരിക്കണം. അതേപോലെ കൊമേഴ്സ് ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ, കൊമേഴ്സിൽ അടിപൊളി സെറ്റ് ഓഫ് ഫാക്കൽറ്റിയാണ് നമുക്കുള്ളത്. കൊമേഴ്സ് ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ബാച്ച് ലോഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ +1 കൊമേഴ്സ് ചാനലിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനലിൽ
പോയിട്ട് യദു സാർ പറയുന്നു, റേരുക മിസ് ഒക്കെ പറയുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൊമേഴ്സ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം അവർ നിങ്ങളെ തകർത്ത് പറഞ്ഞുതരും. ഓക്കെ, അടിച്ചു പൊളിച്ച് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് മറക്കണ്ട. നാളെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എല്ലാം സെറ്റപ്പ് ആക്കി വെക്കണം. റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും നിങ്ങൾക്കത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗ്രേഡ്, ഓക്കെ, ഫുൾ A+ ഒന്നും പറയില്ല, നല്ലൊരു ഗ്രേഡ് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. കൂടുതൽ +1 ചാനലിലായിരിക്കും കേട്ടോ.